കുത്തിയ എല്ലാ വോട്ടും ബി.ജെ.പിക്ക് മാത്രം. ഇന്നലെ നടന്ന തിരഞ്ഞെടുപ്പിൽ വാർത്തകൾ ഓരോന്നോരോന്നായി പുറത്തു വരുമ്പോൾ കേരളത്തിലും ബി.ജെ.പി അവരുടെ വോട്ട് അട്ടിമറി തുടരുന്നു എന്ന് വേണം പറയാൻ. സംഭവം തിരുവനന്തപുരം പൂവച്ചാലിലാണ്. പറയുമ്പോൾ തിരുവനന്തപുരം ബി.ജെ.പിക്ക് വിജയപ്രതീക്ഷയുള്ള മണ്ഡലം കൂടിയാണ്. അവർ എ ക്ലാസ് ആയി പ്രഖ്യാപിച്ച മണ്ഡലം. ഏകദേശം 84 വോട്ടുകളോളം ഇങ്ങനെ ബി.ജെ.പി പെട്ടിയിൽ വീണു എന്നാണ് കണക്കുകൂട്ടൽ. അതിനുശേഷം 1.5 മണിക്കൂർ വോട്ട് തടസ്സപ്പെടുകയും പിന്നീട് പുതിയ EVM കൊണ്ടുവന്നതിന് ശേഷം മാത്രമാണ് അടുത്ത പോളിംഗ് ആരംഭിച്ചത്. ഇന്നലെ കൂടി പാർലമെന്റിൽ രാഹുൽ ഗാന്ധി ഈ വിഷയത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആഞ്ഞടിച്ചത് നമ്മൾ കണ്ടതാണ്. വോട്ടർ പട്ടിക മുതൽ EVM വരെ ബി.ജെ.പിക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുമ്പോൾ എങ്ങനെയാണ് ഈ രാജ്യത്തെ ജനാധിപത്യ രാജ്യമെന്ന് പറയുക? മോദിക്കെതിരെ രാഹുൽ ആഞ്ഞടിച്ചതും ഇതേ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ്. തിരുവനന്തപുരത്ത് 55ഓളം സീറ്റുകൾ നേടി UDF നഗരം ഭരിക്കുമെന്ന പ്രഖ്യാപനമാണ് ഈ തിരഞ്ഞെടുപ്പിൽ അത്രയും കെ മുരളീധരൻ പറഞ്ഞിരുന്നത്. ഒരുപക്ഷെ അതുകൊണ്ടുകൂടിയാണ് ഇത്തരം EVM ക്രമക്കേടുകൾ എന്ന് വേണമെങ്കിലും പറയാം. എന്തായാലും മുരളീധരന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. സ്ഥാനാർത്ഥിയും റിട്ടേണായി തന്നെ ക്യാമറ വെക്കണം എന്ന് ആവശ്യപ്പെടുകയും എന്നാൽ 7 മണിക്ക് പോളിംഗ് ആരംഭിക്കുമ്പോഴും ക്യാമറ ഇവിടെ സ്ഥാപിച്ചിട്ടില്ല. ക്യാമറ വരുന്നത് 8 മണിക്കാണ്. ഇതിനു പുറമെ വ്യാപകമായ രീതിയിലാണ് ഡബിൾ വോട്ട് ഉണ്ടായിട്ടുള്ളത്. അത് ലാസ്റ്റ് ചേർത്ത വോട്ട് അത് ഒരു രാഷ്ട്രീയ പാർട്ടി ആവശ്യപ്പെടാതെ ഇലക്ഷൻ കമ്മീഷനാണ് ആ 2 ദിവസങ്ങളിലായിട്ട് വോട്ട് ചേർക്കുന്നു എന്ന അറിയിപ്പ് എല്ലാവർക്കും കിട്ടിയത്. ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ആ ദിവസങ്ങളിലാണ് വ്യാപകമായിട്ട് കള്ളവോട്ട് ചേർന്നത്. പ്രത്യേകിച്ച് ഇവിടെ ശ്രീകണ്ഠേശ്വരം ഭാഗത്തുള്ള ട്രാൻസ്ജെൻഡേഴ്സിനെ ഇവിടെയും ചേർത്തു. ഇപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സിന് സീറ്റ് നൽകിയ പാർട്ടി കോൺഗ്രസാണ്. ഇത്തവണ 2 ജില്ലാ പഞ്ചായത്തുകൾ തിരുവനന്തപുരത്തും ആലപ്പുഴയിലും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് സീറ്റ് നൽകിയ പാർട്ടി കോൺഗ്രസാണ്. CPM ഇവർ ഉപയോഗിക്കുന്ന കള്ളവോട്ടിയാണ്. മാത്രമല്ല ഇങ്ങനെ വോട്ട് ചലഞ്ച് ചെയ്തപ്പോൾ 10 വോട്ട് ചലഞ്ച് ചെയ്തപ്പോൾ ഈ 2 ബൂത്തിലെയും പ്രിസൈഡിംഗ് ഓഫീസർമാർ 10 ചലഞ്ച് ചെയ്ത് 11ാമതെത്തിയപ്പോൾ പറഞ്ഞു ചലഞ്ച് ചെയ്യാനുള്ള ഫോം തീർന്നു പോയി. അപ്പോൾ ഇത്രയും ഇവിടെ തുടക്കം തന്നെ LDF സ്ഥാനാർത്ഥിയുടെ പേരുൾപ്പെടെ മാറ്റിക്കൊണ്ടാണ് തുടങ്ങിയത്. ഞങ്ങൾ വിളിക്കുന്ന പേരായിരുന്നില്ല ഇത്തവണത്തെ ബോർഡിൽ കണ്ടത്. അതുമുതൽ ഇന്ന് വരെ ഈ വ്യാപകമായിട്ടുള്ള രീതിയിൽ വ്യാജന്മാരെയാണ് ഇറക്കിയിട്ടുള്ളത്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, എന്തൊക്കെ ചെയ്താലും ശരി, നിങ്ങൾ എത്ര കള്ളവോട്ട് ഇവിടെ ചെയ്താലും കള്ളവോട്ട് ചെയ്യാൻ നിങ്ങൾ കൊണ്ടുവന്ന ആൾക്കാർ എത്ര നിങ്ങൾക്ക് വേണ്ടി ചെയ്തു എന്നുള്ളത് ഡിസംബർ 13-ാം തീയതി അറിയാം. ഞങ്ങളുടെ വിജയത്തിന് ഇതൊന്നും ബാധിക്കില്ല. പക്ഷേ ഒരു മന്ത്രിയുടെ നേതൃത്വത്തിൽ ഇത്രയും ചീപ്പായിട്ടുള്ള കളി കളിക്കാൻ പാടില്ല. ഞങ്ങൾ ഇതുകൊണ്ടൊന്നും ഭയപ്പെടില്ല. വിജയം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ 1 മണിക്കൂർ മാത്രമേ പോളിംഗ് ബാക്കിയുള്ളൂ. ഞങ്ങൾക്ക് പൂർണ്ണ തൃപ്തിയുണ്ട്. എന്തെല്ലാം കള്ളത്തരം കാണിച്ചാലും ശരി, വഞ്ചിയൂർ ഉൾപ്പെടെ UDF ജയിച്ചിരിക്കും. പോളിംഗ് ശതമാനം അല്പം കുറവാണെങ്കിലും നമ്മുടെ തിരുവനന്തപുരം നഗരത്തിന്റെ ഒരു സ്വഭാവം അത്രയധികം മറ്റ് ജില്ലകളുടെ അത്ര എത്താറില്ല. പക്ഷേ ചില വാർഡുകളിലൊക്കെ ഇതുപോലെ നല്ല രീതിയിൽ പോളിംഗ് നടന്നിട്ടുണ്ട്. എന്നാലും പൊതുവെ നോക്കിയാൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ വോട്ടുകൾ ചെതറി കിടക്കുക. പലർക്കും വോട്ട് കണ്ടുപിടിക്കാൻ തന്നെ പറയാം. ഇപ്പോൾ ഒരു വീട്ടിൽ തന്നെ 2 പോളിംഗ് സ്റ്റേഷൻ. കിണവൂർ വാർഡിന്റെ കുറെ വോട്ടുള്ളത് മുട്ടട ഭാഗത്ത്. ഇങ്ങനെ ആകെ ചെറിയ ഒരു കൺഫ്യൂഷൻ ധാരാളം ഉണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തവർക്ക് ഇത്തവണ ചെന്ന് നോക്കുമ്പോൾ വോട്ടില്ല. കുറെ അഭ്യാസങ്ങൾ നടന്നു. എങ്കിലും ഞാൻ പറയും, കുഴപ്പമില്ല, ഞങ്ങൾക്ക് വിജയപ്രതീക്ഷയുണ്ട്. ഞാൻ കാലത്ത് പറഞ്ഞ സീറ്റിന്റെ നമ്പറിൽ ഒരു മാറ്റവും ഇല്ല. മിനിമം 55 സീറ്റ് വാങ്ങി UDF ഇത്തവണ നഗരം ഭരിക്കും. കള്ള വോട്ട് കൊണ്ട് പിടിക്കാൻ കഴിയില്ല എന്ന് ഇത്തവണ CPM മനസ്സിലായി.